വെറും 3 സാധനങ്ങൾ കൊണ്ട് മാത്രം ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന എൻ്റെ ഒരു സ്നാക്ക് ആട്ടോ ഇത്. പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി എടുക്കുകയും ചെയ്യാം. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ സ്വന്തം ആൾക്കാരുമാണ്. നല്ലോണം പഴുത്തുപോയ പഴട്ടോ ഞാൻ എടുക്കാറ്. അതിനകത്ത് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ഒരു നുള്ള മഞ്ഞപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ അത് കളറിന് വേണ്ടിയിട്ടാണ് ഇട്ടത്, വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം. ലേശം പഞ്ചസാരയും, ഇതും ആവശ്യമൊന്നുമില്ല കേട്ടോ, നല്ല മധുരമുള്ള പഴമാണ്. പിന്നെ ഒരു വഴിക്ക് പോവല്ല വെച്ചിട്ട് ഞാൻ അങ്ങ് ഇട്ടതാണ്. നുള്ള വെള്ളം എടുത്തിട്ട് നിങ്ങൾ അതൊന്ന് കുഴച്ചെടുക്കുക. അപ്പച്ചട്ടിയിലോട്ടോ ഞാൻ ഉണ്ടാക്കാറ്. അപ്പം പെട്ടെന്ന് തന്നെ അതിനകത്ത് കോയിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോഴേക്ക് ഞാൻ ആ മാവ് ഫുള്ള് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കാരണം എനിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് 2-3 വർഷമായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്ന് ഇഷ്ടമല്ല. പിന്നെ ഞാൻ അതവിടെ അടച്ചു വെക്കട്ടോ, കുറച്ച് പ്രൈവസിക്ക് ആയിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കിയിട്ടാണ് തിരിച്ചിടാട്ടാ, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മോക്കി ഫ്ലേവർ കഴിക്കേണ്ടി വരും. ഇത് ഞാൻ ഇങ്ങനെ അമർത്തി കൊടുക്കൂട്ടോ, കാരണം വേവാത്ത പോർഷനൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വന്നിട്ട് എന്നാൽ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് വേവുമല്ലോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സാധനം സെറ്റായിട്ടുണ്ട്. ഈ ചൂടൊന്ന് വിട്ട് കഴിഞ്ഞാൽ അതൊന്ന് ഉറച്ചൊരു പരിവായി കിട്ടും കേട്ടോ. പക്ഷെ എനിക്കതൊന്നും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് വായിലിട്ടു. പിന്നെ നാവിൻ്റെ ടേസ്റ്റ് തിരിച്ചിട്ടത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. തിളച്ച എണ്ണയിൽ നിന്ന് എടുത്തതല്ലേ, നല്ല രസമുണ്ടായി. അങ്ങനെയൊന്നും ഞാൻ തള്ളിട്ടില്ല കേട്ടാ, ഞാനത് പിന്നെ എടുത്ത് കഴിച്ചോണ്ടിരുന്നു. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറാം. സാധാരണ എനിക്ക് ഇഷ്ടമുള്ള തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. മാരും ടൈപ്പ് സാധനങ്ങൾ എൻ്റെ ഏട്ടനും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഒരു കഷ്ണം ഞാൻ അവിടെ ബാക്കി വെച്ചു, എന്നിട്ട് ഞാൻ അതിൽ പോയൊരു കഷ്ണം എടുത്ത് കഴിച്ചു കേട്ടോ. കണ്ട തണുത്തപ്പോൾ അതിന്റെ ടെക്സ്ചർ നന്നായിട്ടുണ്ട്. ക്ഷമ വേണം. അപ്പം അത്രേ ഉള്ളൂ, ബൈ.